വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. എന്റെ മനുഷ്യ, നിങ്ങളിത് എന്ത് ഭാവിച്ച? ഞാനും മക്കളെ ഇതിനകത്ത് എങ്ങനെയാ കഴിയണേന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ? രാവിലെ ഇറങ്ങിപ്പോകും, മൂക്ക് മുട്ട കുടിച്ചിട്ട് വൈകിട്ട് കേറി വരും. ഇന്നലെ രാത്രി ഇവിടെ കാട്ടിക്കൂട്ടിയ പേക്കൂത്ത് ക്ഷമിക്ക. കുടുംബത്തുള്ള എന്തെല്ലാം സാധനങ്ങളാ നിങ്ങൾ ഇന്നലെ നശിപ്പിച്ചത്? ആകെ ഉണ്ടായിരുന്ന ഒരു തേപ്പൊട്ടിയായിരുന്നു. ആ പെട്ടി കൊണ്ട് ഞങ്ങൾ എങ്ങനെയാ തുണി തേച്ചെടുക്കണേന്നേ ഞങ്ങൾക്ക് അറിയാവൂ. അതെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞില്ലേ? പിന്നെ നിർത്ത്. 3 കയ്യിലൊടിച്ച് 4 കലം ചളക്കി നിന്റെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് ആ ഭിത്തിയിലേക്ക് തള്ളി. അതെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുള്ളതല്ല, പിന്നെ കാലത്തെ കണ്ണു തുറക്കുമ്പോ ഇതല്ലേ കേക്കണത്? അതും ഒരു 10-20 പ്രാവശ്യം. നീ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഞാനത് കേക്കണല്ലേ? അപ്പൊ എനിക്കത് കാണാപ്പാടാവൂലേ? ആഹാ, ഇതൊന്നും ഇല്ലാത്തതല്ലല്ലോ. ഇല്ലാത്തതല്ലെന്നോ? എന്റെ ബലമായ സംശയം നീ ഇതൊക്കെ വെറുതെ അങ്ങനെ പറയുന്നതാണ്. ഞാൻ കുടിച്ച് ബോധമില്ലാണ്ട് വരുമ്പോ ഇതൊക്കെ ഞാൻ ചെയ്തു നീ വരുത്തി തീർക്കലടി. ആഹാ, എന്റെ മനുഷ്യന്റെ വായിരിക്കുന്നൊന്നും കേക്കണ്ടട്ടാ. ഓ തലക്ക് എന്റെ പൊന്നോ, ഞാനിങ്ങനെ പാവത്തിനെ പോലെ ഇരിക്കുന്നു വിചാരിക്കണ്ട. ഞാനാളെ വേറെ ലെവലാണ്. വല്ല വഴിക്കും ഇറങ്ങി പോയാലല്ല ഒരു കുഴപ്പമില്ല. നേരം വെളുക്കുമ്പോൾ തുടങ്ങും അവക്കളെ വിളിക്കുന്ന പേക്കൂത്ത്. ഓ, മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും. മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 21-ാം വാക്യം. പോയിക്കോ. ഇന്നലെ നീ എപ്പോഴും വീട്ടിലെത്തിയത്? എപ്പോൾ വീട്ടിലെത്തിയെന്നോ എന്തൊക്കെ ചെയ്തെന്നോ എപ്പോൾ കിടന്നോന്നോ ഒരു ഓർമ്മയില്ലടപ്പാ. ഏതായാലും നടന്നതൊന്നും അത്ര സുഖകരമായ കാര്യങ്ങളല്ല. അത് പിന്നെ കാലത്തെ മോളിക്കുട്ടിയുടെ നിൻ്റെ അടുത്തുള്ള പെരുമാറ്റത്തെപ്പറ്റി പറഞ്ഞപ്പോൾ തന്നെ എനിക്കല്ല മനസ്സിലായി. അതൊക്കെ ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി ഭാര്യ എന്തൊക്കെ പറഞ്ഞാലും കമാന്നൊരക്ഷരം ഞാൻ മിണ്ടില്ല. ഓ, എന്തു പറയാനാ, ഇന്നലെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. എന്തൊക്കെ നടന്നൊന്നും ഒരു ഓർമ്മയില്ലെന്നേ. പിന്നെ അമ്മാതിരി കഴിക്കലില്ലേ നീ ഇന്നലെ കഴിച്ചത്? അതിനിപ്പോൾ ഈ പറഞ്ഞിട്ടെന്താ കാര്യം? എടാ, മദ്യം നമ്മൾ കഴിക്കണം, അല്ലാതെ മദ്യം നമ്മളെ കഴിക്കാൻ ഇടവരരുത്. നീ ഇതാരോടാ പറയണത്? എന്താ? നീ കഴിച്ചിട്ടേ വഴിയിൽ പ്രശ്നം ഉണ്ടാക്കും, ഞാൻ വീട്ടിലും. അത്രേ ഉള്ള പ്രശ്നം. ആ ഓട്ടോക്കാരോട് നീ എന്താണ് ചെയ്തത്? ഇന്ന് കാലത്തവൻ വീട്ടിൽ വന്ന് ചീത്ത വിളിച്ചപ്പോഴാ എനിക്ക് മനസ്സിലായത്. അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി. ഓ ഒരെണ്ണം അടിക്കാൻ എന്താ വഴി? ദേ ഇതുമാതിരി എന്തെങ്കിലും ആലോചിക്ക്. ഓ, അപ്പൊ അവൻ ഓട്ടോക്കാരൻ ഇന്ന് വീട്ടിൽ വന്നല്ലേ? വന്നില്ലെങ്കിൽ അതിശയിക്കാനുള്ളത്. അവനെ ചീത്ത വിളിക്കുകയും അവന്റെ ഓട്ടോ നീ മറിച്ചിടുന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ മേടാർന്നപ്പ. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ഓട്ടോയ്ക്കൊന്ന് ഇടികൂടി ഭയങ്കര പ്രശ്നവും ഒരു കണക്കിനാണ് ഞാൻ രണ്ടരം പിടിച്ച് മാറ്റിയത്. അമ്പറോസേ 2 ചായ, അതിലൊന്നും മധുരം കുറച്ചേ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എഫേസോസ് 6-ാം അധ്യായം 11-ാം വാക്യം. ജോർജ്, ആ ജോബി വാടാ. നീ ഇതെവിടെ പോണു?
എടാ ഞാൻ നിന്നൊന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാനാ? ആ എന്താണ് കാര്യം? അത് അല്ല നീ ഇപ്പം എങ്ങോട്ടാണേ? ഞാനിപ്പോൾ ആ രമേശൻ്റെ വീട്ടിൽ, അവൻ്റെ വീട്ടിൽ കിണറ്റിലേ ഒരു പൂച്ച വീണിട്ട് മോട്ടറിന് എന്തോ കംപ്ലൈൻറ്റ്. അപ്പം അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുക. അല്ല അവൻ മെക്കാനിക്കല്ലേ, അവൻ നന്നാക്കൂലേ, പിന്നെ നീ എന്തിനാ വേണേ? അവനാണ് റിപ്പയർ ചെയ്യണത്, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവുക. ഹെൽപ്പ് ചെയ്യാനാണല്ലേ? ആ. അല്ല അത് ഒരു വൈകുന്നേരത്തേക്ക് ആകാൻ പറ്റുമോ? എന്തു പറ്റിടാ? ഒരു അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നേ, വളരെ എമർജൻസി, അതുകൊണ്ടാണ്. അത് വൈകിട്ടത്തേക്ക് ആക്കാന്നാ. അത് അല്ല ഇവിടെ സംസാരിക്കണ്ട, നീ വണ്ടി എടുത്തേ. വാ. എന്താടാ? എടാ അതെ, ആ. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമ്മുടെ അളിയമ്പിള്ളേ ആ. വലിയൊരു തലവേനായിരിക്കുന്നു. ആര്? ഗീവറീസളിയൻ? ആ ഗീവറി സളിയൻ. പുള്ളിക്കാരൻ വൈകുന്നേരം കഴിഞ്ഞാൽ കള്ളു കുടിച്ച് വീട്ടിൽ വന്നിട്ട് പെങ്ങളായിട്ട് ഭയങ്കര ഉടക്കാണെന്നേ. ഒച്ചപ്പാടും ബഹളവും വഴക്കും ഭയങ്കര പ്രശ്നമാണേ. ആര്? ഗീവറീസളിയൻ? ആ കള്ളു കുടിക്കുന്ന? എന്താ പറഞ്ഞ കള്ളു കുടിക്കുമെന്നാ. ആ. പുള്ളി രാവിലെ ജോലിക്ക് പോകും, എന്നിട്ട് വൈകിട്ട് 5 മണിയാകുമ്പോൾ കോൺ തെറ്റി വീട്ടിൽ വന്നിട്ട് പാത്രങ്ങൾ വലിച്ചെറിയുക, എന്നിട്ട് പെങ്ങളെ ഓടിച്ചിട്ട് തല്ലുക. ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ശല്യമാണ്. പുള്ളിക്കാരത്തിയാണ് ഞാൻ കരഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നേക്കണം. അളിയൻ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. നീ ഇപ്പൊ എന്താ ഉദ്ദേശിക്കണത്? എന്താ ഉദ്ദേശിക്കണെന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലേ ഈ കുടി നിർത്തിക്കാനായിട്ടേ. നമുക്കേ ഒരു പണി ചെയ്താലാ? ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയാലാ? അടിച്ച് ഫിറ്റായി വന്ന് കിടക്കൂലേ? കിടക്കുന്ന സമയത്ത് കൈയും കാലും കൂട്ടി കെട്ടിയിട്ട് വണ്ടി കയറ്റി കൊണ്ടുപോയാൽ മതി. നീ എന്തൊക്കെയാ പറയണത്? എടാ 2 പ്രാവശ്യം ഞാൻ ഉപദേശിച്ച് നോക്കി, 2ാമത്തെ പ്രാവശ്യം ഞാൻ പറയാൻ വേണ്ടി ചിലപ്പോൾ എന്നെ വാക്കത്തിരുന്ന് വെട്ടാൻ വേണ്ടി ഓടിച്ചിട്ടതാണ്. അപ്പോഴാണ് ഡി അഡിക്ഷൻ സെന്റർ. എടാ വേറെ വല്ല മാർഗം ഉണ്ടോ അതിന്? നമുക്ക് വേറൊരു പണി ചെയ്താലാ? ഒരു ധ്യാനം കുടിച്ചാലാ? എടാ ധ്യാനത്തിന് വിളിച്ച പുള്ളി വരണ്ടേ? പുള്ളി വരില്ല. ഓ അങ്ങനെയാണ്? അങ്ങനെയാണ്. എന്തായാലും നീ വിചാരിച്ച കാര്യം നടക്കും. നീ അവിടം വരെ വന്ന് അളിയനായിട്ടൊന്ന് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ധ്യാനകേന്ദ്രത്തിൽ എത്തിക്കാൻ നോക്കും. അത് നടക്കും, അതും ഒക്കെ എങ്ങനെയെങ്കിലും എത്തിക്കാം. അല്ല പിന്നെന്താ കുഴപ്പമെന്താ? പക്ഷെ പുള്ളി വാക്കത്തെടുത്ത് വയലൻസ് ആയെന്നൊക്കെ പറഞ്ഞതുകൊണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 പ്രാവശ്യം പുള്ളിയെടുത്ത് പോയി ഉപദേശിച്ചാൻ. ഞാൻ കുടിക്കരുതെന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചു, പക്ഷെ പുള്ളി എന്നെ കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ടല്ലേ. അത് നമുക്ക് ചെയ്യടാ, അളിയനെ ധ്യാനകേന്ദ്രത്തിൽ എത്തിച്ച് കിട്ടിയാ പോരെ? എടാ ധ്യാനകേന്ദ്രത്തിൽ എത്തിക്കണ വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. നീ അളിയനൊന്ന് പൊക്കിക്കൊണ്ടാ പ്ലീസ്. അത് ഞാൻ ഏറ്റ്. ധ്യാനകേന്ദ്രത്തിൽ എത്തിക്കണ ആരുമല്ലേ, അത് ഞാൻ ഏറ്റടാ. നീ പേടിക്കണ്ടേ, മഴയും പെയ്യണം. എടാ അത് ഞാൻ ശരിയാക്കടാ, നീ വാ. ചേകവൻ വന്നിട്ടുണ്ടല്ലോ. എന്താന്ന്? എടാ എന്റെ കൈ കൊണ്ട് ചാകാൻ നടക്കണവൻ. നീ അത് വിട്ടുകളഞ്ഞേ. എന്താടത്? ദേ ഇങ്ങോട്ട് നോക്കി. ഇവിടെ വന്നത് ഇങ്ങനെ ഇരിക്കും. ഇവിടെയാണ് സഹകൂടിയന്മാർ വരുന്നത്. ആ കൂടെ ഇരിക്കുന്നവനാണ് മെയിൻ സഹകൂടിയൻ. എടാ ഇപ്പൊ കണ്ടിട്ട് മദ്യപിച്ച മാതിരി തോന്നല്ലേട്ടാ. അല്ല നമുക്കൊന്ന് ഇന്ന് സംസാരിച്ചു നോക്കിയാലോ? ഇവിടെ വെച്ചാ ബെസ്റ്റ്. അത് എന്നെ കൂടെ കണ്ട ശരിയാവില്ല. പോരാത്തേനെ ഞാനുമായിട്ടൊന്ന് കോർത്തിരിക്കുന്ന അവസ്ഥയിലാണ്. ഇത് നീ എനിക്ക് വിട്. അല്ലേ വേണ്ട, നീ ഇവിടെ നില്ല, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നീ പോയ ശരിയാവൂല. നീ ഉടക്കാനൊന്നും നിൽക്കരുത്, എല്ലാം ഞാൻ സോൾവ് ചെയ്തോളാം. അളിയ എന്തൊക്കെയുണ്ട്? എന്നെ മനസ്സിലായില്ല അളിയ? എന്താ കാര്യം വെച്ചാൽ അത് പറയും. അല്ല ജോബിക്ക് അളിയനോട് കുറച്ച് സംസാരിക്കാനുണ്ടേ. അതിന് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലണം. അവൻ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാൻ പറയും. അല്ല ഇവിടെ വെച്ച് സംസാരിക്കാനായിട്ടേ നമുക്ക് അപ്പുറത്തേക്ക് മാറിയെന്ന് സംസാരിക്കാം. അല്ല അപ്പുറത്തേക്ക് മാറ്റിയിരുത്തി കൂട്ടുകാരനും അല്ലെങ്കിൽ കൂടി എന്നെ തല്ലാനുള്ള പരിപാടിയാണ് എൻ്റെ അടുത്തേ. എന്താ അളിയ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? എടാ നീ എന്തായി പറയണത്? ആ പുള്ളി മര്യാദയ്ക്ക് എന്നോട് സംസാരിക്കണത്. എടാ നീ ചെല്ലടാ. എങ്കി വാ. നീ പോവില്ലല്ലേ? ഏയ് ഞാൻ ഇപ്പോ വരാം. ഞാനിവിടെ ഉണ്ടാവും, നീ പോയിട്ട് വാ.
നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. മത്തായി 18:35 ഈ അളിയ അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അങ്ങോട്ട് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ്. എടാ ജോർജ്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കണത് അവിടെ നിൽക്കട്ടെ. അത് തീർന്നില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ എടാ ഈ കള്ളും കുടിച്ചു വന്ന് പെങ്ങളെ കുട്ടികളെ ഉപദ്രവിക്കുന്ന കാര്യം പിന്നെ അതെ ഈ വീട്ടിലെ ലഹള ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്നേ. എടാ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാണ്, കാര്യം ശരിയാണ്, അടിയനും മച്ചമ്പേക്കാണ്, സമ്മതിച്ചു എന്ന് കരുതി എന്റെ തന്തയാൻ പറഞ്ഞിട്ടാ, മനസ്സിലാടാ, എന്റെ അപ്പനായിരുന്നെന്ന്. ആ എന്റെ കുടുംബത്തെ, എന്റെ ഭാര്യയെ കുട്ടികളെ എങ്ങനെ നോക്കണം എങ്ങനെ നോക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടേ കൂടുതൽ ഇങ്ങോട്ട് കയറി ഗുണദോഷിക്കാൻ വരണ്ടെന്ന്. അതെ കണ്ടില്ലേ, ഇതാണ് പ്രകൃതം. കൊല്ലാൻ വിളിച്ചാലും വളർത്താൻ വിളിച്ചാലും ഈ ഒന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്താണ് നിങ്ങളിങ്ങനെ? നമ്മളൊരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടി വന്നതല്ലേ. എടാ ജോബി, നീ ഒന്ന് അടങ്ങും. സമാധാന ചർച്ച ഇവനായിട്ടാ? അത് ഈ ജന്മത്തുണ്ടാവൂല, മരണം വരെ ഉണ്ടാവൂല. എടാ എന്താണത്? എന്താ പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവന്മാര് മണപ്പുറം വഴക്കുണ്ടാക്കാൻ തന്നെ വന്നേക്കാണ്. എന്താടാ അതൊക്കെ? നിങ്ങളുടെ സംസാരവും പ്രകൃതം കണ്ടപ്പോ ഞാൻ വിചാരിച്ചേ സമാധാന ചർച്ചയ്ക്ക് വന്നേന്ന്. അല്ലെന്ന്, അതങ്ങനെ പിന്നെ തന്നെ. എന്താണ് ജോർജ്, ഇതൊന്നും ശരിയാവില്ല. ഇയാൾ ഒരിക്കലും നന്നാവില്ല. നിങ്ങളൊന്നേ അതേടാ, എന്നെ ഒരിക്കലും നന്നാവൂല. എന്റെ മദ്യപാനം നിർത്തിയിട്ട് എന്നെ നന്നാക്കിയിട്ട് നിന്റെ പെങ്ങളെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂടാ. നീ നടന്നേ, ഞാൻ വണ്ടി എടുക്കട്ടെ. ഇപ്പൊ അയാളുടെ സ്വഭാവം മനസ്സിലായില്ലേ? ഇയാള് നിന്റെ കൂടെ ധ്യാനത്തിന് വരുമെന്ന് നിനക്ക് വന്നിട്ടുണ്ടോ? എന്റെ വായിലിരിക്കുന്ന വല്ലതും നീ കേൾക്കും. എല്ലാം കൊളവാക്കിയത് നീയാ. ഞാനോ? ആ എടാ, ഞാൻ ഒരുവിധം കാര്യങ്ങൾ ഇണക്കി കൊണ്ടുവന്ന അപ്പോഴാണ് നിന്റെ ഒരു ഉടക്ക് വർത്താനം. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. എടാ, അതെന്റെ പെങ്ങളുടെ കരച്ചിലും വിഷമമൊക്കെ ഓർത്തപ്പോഴേ അറിയാതെ പറഞ്ഞു. ഇതാ, നീ എന്തെങ്കിലും ചെയ്യ് പ്ലീസ്. നീ ധൈര്യമായിട്ടിരി. ഈ പാത ഞാൻ വെട്ടി ക്ലിയർ ആക്കും. ധ്യാനത്തിന് മുന്നേ അവിടെ എത്തിക്കുന്നതിന് ഒരു വഴിയുണ്ട്. ഏത് വകുപ്പാണ് ഞാൻ കളിയിലാണ്? അതെന്താളിയാ അങ്ങനെ പറയണത്? ഞാൻ അളിയന്റെ അളിയൻ ജോബിയുടെ സുഹൃത്തല്ലേ. അപ്പൊ ജോബിയുടെ അളിയനെ നാട്ടുകടപ്പനുസരിച്ച് ഞാൻ അളിയാന്നല്ലേ വിളിക്കേണ്ടത്, അങ്ങനെയല്ലേ? വേഷം കെട്ടി എടുക്കരുത്, വേഷം കെട്ടി എൻ്റെ അടുത്ത് എടുക്കരുത്. ഞാൻ മഹാ പെശകാണ്. ഞാൻ അവനായിട്ടൊരു ബന്ധവുമില്ല. അവന്റെ കാര്യം പറഞ്ഞ് ലോക്യം കൂടി എൻ്റെ അടുത്ത് വരാൻ നിൽക്കരുത്. എന്റെ പൊന്നളിയ, അങ്ങനെ അർത്ഥമുറിച്ച് പറയല്ലേ. സത്യത്തില് ഞാൻ അവിടെ ജോബിയായിട്ട് വന്നത് ഒരു കുപ്പിയൊക്കെ വാങ്ങിച്ച് നമുക്കൊന്നിച്ച് കൂടാല്ലെന്ന് വിചാരിച്ച. അളിയനുമായിട്ട് ഒരു പിണക്കം പറഞ്ഞു തീർക്കണമെന്ന് ജോബി പറഞ്ഞപ്പോൾ ഇത് ഇത്രയും വലിയ പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മാത്രമല്ല
ഞാനവനെ പോണ വഴി ശരിക്കും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു അളിയനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോകുന്നു. കാരണം ഞാൻ ചെറുതായിട്ടൊക്കെ മദ്യപിക്കുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അങ്ങനെ വന്ന് വിട്ടുപോയതാണ്. നമ്മൾ തമ്മിൽ അളിയൻ്റെ ഉള്ളിൽ വഴക്ക് വേണ്ട. ചില തെറ്റിദ്ധാരണകളെ ഞാൻ ശരിക്കും ജോബിന്റെ അളിയനാകേണ്ടവനല്ല, സത്യത്തിൽ നിന്റെ അളിയനാകേണ്ടവനാണ്. ജോർജെ, ഓ, ഞാൻ അത്ര ക്രൂര മനസ്സിന് ഉടമ്പടി മനസാക്ഷി ഇല്ലാത്തവനൊന്നും അല്ല. അത് പിന്നെ എനിക്ക് അപ്പോഴേ അറിയാൻ പാടില്ല. ഈ നമുക്കൊന്ന് മിനിങ്ങിയാല. അതിപ്പോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ അപ്പോഴേ മറന്നില്ലേ. മാത്രമല്ല എന്റെ കയ്യിൽ കാശൊന്നുമില്ല. കാശ? ആ, അളിയനോട് ഞാൻ കാശ് ചോദിച്ചാ? ജോബിയുടെ അളിയനും മദ്യപിക്കാൻ കാശാ? അതിനല്ലേ ഞാനും എന്റെ പേഴ്സും ഉള്ളത്. പിന്നെ മദ്യത്തിന്റെ കാര്യം ഓർക്കുമ്പോഴേ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ചേട്ടനെ ഓർക്കും, ഈ ജോൺസൺ ചേട്ടനെ. അതിനെന്താ അയാളെ വിളിക്ക്. വിളിച്ചാൽ കേൾക്കാനും വരാനും പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് പുള്ളി പോയിട്ട് ഇന്ന് 4 വർഷം തികയെ മരിച്ചുപോയി. ഓ, സോറി കേട്ടോ. ആ ശരി. ഒന്ന് സിംതേരിയിൽ കയറി ആ കുഴിക്കലൊന്ന് നിന്ന് ഒരു 2 മിനിറ്റ്. അതാണ് ഇത്ര വലിയ കാര്യം. 2 മിനിറ്റാ? ഒരു കൂട്ടുകാരനോട് 2 മണിക്കൂർ ഒന്ന് പ്രാർത്ഥിക്കും നമ്മള്. ആ വണ്ടിക്ക് എടുത്തേ, അതിനെടുക്കങ്ങൾ. ആഹാ, ഇതാണ് ഇത്ര വലിയ കാര്യം. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. ഹെബ്രായർ 12-ാം അധ്യായം 11-ാം വാക്യം. വണ്ടി കേടായി വർക്ക്ഷോപ്പിൽ കയറിയത് അളിയന് എന്ത് ബുദ്ധിമുട്ട്? ഞാനല്ലേ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ഇവിടെ കുഴി എവിടെ? ഇതാണ്. ആ, ഇതാണോ? അതെ, സത്യത്തിൽ എങ്ങനെയാണ് മരിച്ചത്? ഇനി പറഞ്ഞിട്ടെന്തിനാ? അല്ല, ഞാൻ ചോദിച്ചതാണ് അറിയാൻ വേണ്ടിട്ടാ. നല്ല കുടിയായിരുന്നു. കുടിയാണ്. കുടിച്ച് കുടിച്ച് മഞ്ഞപ്പിത്തം പിടിച്ച് അവസാനം ലിവറും അടിച്ചു പോയി. അതെ അല്ലേ? അപ്പൊ ഡോക്ടർ പറഞ്ഞതാ ഇനിയും കുടിക്കരുതെന്ന്. അല്ല, വിഷമിക്കല്ലേ. ഇതേ കാര്യത്തിന് തന്നെയല്ല ഞാൻ അളിയനെ വിളിച്ചിട്ട് പോണത്. അതോർക്കുമ്പോഴാ മര്യാദക്കാരെന്ന് വെച്ചെങ്കിൽ എത്ര കാലവും കൂടി ജീവിക്കേണ്ട മനുഷ്യനായിരുന്നു. ഇതിപ്പോ എന്താ പറയാ, ഏതായാലും സമയം ഇപ്പൊ പോയി. സമയം ആയതല്ല, സമയം ആക്കിയതാണ്. മനസ്സിലായ? ഈ അളിയൻ പറയും, അളിയനെന്താ വേണ്ടത് പറയും, ഞാൻ എന്താണെന്ന് വെച്ചാൽ മേടിച്ചു തരാം. ഇതാലോചിക്കുമ്പോഴാണ്. അല്ല, അളിയൻ അതാലോചിക്കും, ബ്രാൻഡ് വേണോ റമ്മ് വേണോ എന്ന്. ഞാൻ പുറത്തുണ്ടാവും. പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല വർഗീസ്. ഇപ്പൊ അവൻ ജോർജ് പറഞ്ഞിട്ട് പോയില്ലേ, അതൊക്കെ സത്യമാണ്. വർഗീസിന് അറിയാമോ, ഇന്ന് എൻ്റെ 4ാമത്തെ ആണ്ടാണ്. വീട്ടിൽ നിന്നൊരു പട്ടി പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ ആകെ വന്നതാ ആ ജോർജ്. കുടിച്ച് കുടിച്ച് നശിപ്പിച്ച സമയമോർത്ത് ഇപ്പൊ ഞാൻ വിഷമിക്കാറുണ്ട്. പക്ഷെ എന്ത് ഫലം? ആദ്യം എനിക്കൊരു പനിയായിട്ടാണ് തുടങ്ങിയത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി കുടിക്കരുത്. എന്നിട്ട് ഞാൻ കുടിച്ചു. പിന്നെ എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു മദ്യം ഒട്ടും കഴിക്കരുത്. എന്നിട്ടും ഞാൻ വകവെച്ചില്ല. അവസാനം എൻ്റെ ലിവർ അടിച്ചു പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു
ഇനി ഒട്ടും കഴിക്കരുത്. എന്നിട്ട് ഞാൻ കുടിച്ചു. അവസാനം ഡോക്ടർ വീട്ടുകാരോട് പറഞ്ഞു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാം. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇത്രയൊക്കെ കേട്ടിട്ടും വർഗീസിന് കുടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? കുടിക്കണമെങ്കിൽ കുടിച്ചോ. ചെല്ലി പോയിക്കോ, തിരിഞ്ഞു നോക്കാതെ പോയിക്കോ. ഹലോ ചേട്ടാ, അജുംതേരിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വൈറ്റ് ഷർട്ടും കൊന്തേക്കും ഉരുക്കളഞ്ഞിട്ട് പോണോട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും പേടിക്കും. ശരി എന്നാ ഞാൻ വിളിക്കാം. എന്തായി ബാലി നമുക്ക് പോവാം. അല്ല അപ്പൊ ഏത് ബാറിലാ പോകേണ്ടത്? എനിക്ക് ബാറിലും പോകണ്ട, മദ്യപിക്കാൻ വേണ്ട. എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ മതി. ആ ചേട്ടൻ പറഞ്ഞ കേട്ടിട്ടുണ്ടല്ല? ഏത് ചേട്ടൻ? അല്ല, അടിയിങ്ങനെ സെംസനെ വെച്ച് ആ ചേട്ടനെ പറ്റി പറഞ്ഞ കേട്ടിട്ടുണ്ടല്ല? എനിക്ക് തലക്ക് പ്രാന്താണ്ടിരിക്കുന്നു. നമുക്ക് വീട്ടിൽ പോവാം. പോയിക്കോട്ടെ, വായിങ്ങട്. എന്റെ ദൈവമേ. എന്നാലും എന്റെ കർത്താവേ, കുറച്ച് വൈകിയാണെങ്കിലും ചേട്ടന് നല്ല ബുദ്ധി കൊടുത്തല്ല. എന്റെ ജോബി, എന്തൊരു അത്ഭുതാന്നറിയോ? ഒരു ദിവസം പറയാ എനിക്ക് ധ്യാനത്തിന് പോണെന്ന്. നിന്റെ വീട്ടിൽ പോയി അപ്പനോടും അമ്മയോടും നിന്നോടും യാത്ര പറഞ്ഞിട്ട് വരട്ടേന്ന്. ഞാനെന്നാ ധ്യാനത്തിനുള്ള കാര്യം പറഞ്ഞില്ലേ? എന്നാലും നിനക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റം വരുന്ന ഞാൻ പ്രതീക്ഷയില്ല. എന്റെ അളിയ മോളിക്കുട്ടി, ദുഃഖവും സന്തോഷവും ദാരിദ്ര്യവും സമ്പന്നതയും ഒക്കെ വരുത്താൻ അവിടത്തേക്ക് ഒരു നിമിഷം മതി. പിന്നൊരു കാര്യം, ഇതിനെല്ലാം വഴിതെളിച്ചത് എനിക്ക് ധ്യാനം കൂടാനും ദൈവത്തിലേക്ക് തിരിയാനും ഒക്കെ ഇടയാക്കിയത് നമ്മുടെ ഈ ജോബിയുടെ കൂട്ടുകാരൻ ഒരു ജോർജ് ഉണ്ട്. ആ ജോർജിന്റെ ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ പ്രേതത്തിന്റെ കഴിവാണ്. അല്ലല്ല, കൂട്ടുകാരന്റെ കഥയാണ്. ആ കഥ എനിക്ക് പറഞ്ഞു തന്നത് ഈ പറഞ്ഞ ജോർജാണ്. എടാ എടാ സെൻസിലാവസേ, ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം. നീ ഇതെവിടെയായിരുന്നു ഇതുവരെ? എടാ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. നീ ഒന്ന് നിർത്തിയേ. എടാ അടുത്ത ഞായറാഴ്ചയെ നമ്മുടെ കുഞ്ഞപ്പയുടെ ഹൗസ് വാമിങ് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ മരുമോനെ സാധനം വന്നുണ്ട്. എടാ സെൻസിലാവസേ, ഈ വക വർത്താനം എന്നോട് പറയാൻ നിൽക്കുന്നത്. ഞാനിനി ഇതിലൊന്നും ഇല്ല. നിനക്കിത് എന്താ പറ്റിയേ? ഇയാൾ നിനക്ക് ഈ പറഞ്ഞ മനസ്സിലാവണ്ട. എടാ വേറെ ഒന്നുമില്ല. എടാ സെൻസിലാവസേ, നീ ചെല്ലാൻ നോക്കി. നിനക്കത് എന്താ പറ്റിയത്? ഞാൻ പോവാ. അതായത് അളിയ അവനെ അല്ല നിർത്ത് പുള്ളി കഴിക്കാൻ വേണ്ടി വിളിച്ചല്ലേ തന്നെ? അതൊന്നുമല്ല. അതായത് അളിയൻ എന്തുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് വെച്ച വിവരം പുള്ളിക്കാരനെ അറിയില്ല, മനസ്സിലായോ? അതുകൊണ്ട് അളിയന് സൗകര്യമുള്ള ഒരു ദിവസം അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് മനസ്സിലാക്കി കൊടുക്കണം. അത് അവന് മാത്രമല്ല, വേറെയും ചില ആൾക്കാരുണ്ട്. എല്ലാവരും മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ അളിയനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാ നിങ്ങൾ ചെല്ലാൻ നോക്ക്, ഞാൻ അങ്ങനെ പറയും. വാ മണിക്കുട്ടി. ശരി. ഞാൻ നിന്നെ കാണാൻ വേണ്ടി നിൽക്കായിരുന്നു. ഞാൻ നിങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു. നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും എല്ലാം ഞാൻ പുറകെ ഉണ്ടായിരുന്നു. ഒരു സംശയം, എന്താ അത്ഭുതം കാണിച്ചിട്ട് എങ്ങനെ സംഭവിച്ചത്? അതെ, ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും ചോദിക്കാൻ, ഉത്തരങ്ങളും ഉണ്ടാവും ഒരുപാട് പറയാൻ. അല്ല അളിയൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ലേ, പുള്ളി എന്താ പ്രേതത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ പലതും പറയും. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, കൂടുതലൊന്നും പറയുകയും വേണ്ട. നിന്റെ അളിയൻ ഏതായാലും നന്നായില്ലേ? അതേതായാലും നന്നായി. അപ്പൊ നീ ഏതായാലും ഹാപ്പിയല്ലേ? പിന്നെ ഹാപ്പിയാണ്. അത്രയും പോരെ? എടാ എനിക്കിതേ അത്രയും മതി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമ 8:28 നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.